ഹായ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ, ഞാൻ ആമസോണിൽ നിന്നൊരു നമ്മുടെ വണ്ടി കഴുകാൻ വേണ്ടി ഒരു പ്രഷർ വാഷർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അകാരോ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ആണത്. സുപ്രീം പ്ലസ് 2200 വാട്ട്സിൻ്റെ ഒരു വാഷാണത്. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്കൊരു 2 ബോക്സിലായിട്ടാണ് വരുന്നത്. ആദ്യം ഒരു ബോക്സ്, അത് കഴിഞ്ഞ് ഇത് നമ്മുടെ രണ്ടാമത്തെ ബോക്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ബില്ല് കിടപ്പുണ്ട്. നമ്മുടെ പ്രഷർ വാഷർ. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ അൺബോക്സിങ്ങിന് വേറെ ആളോട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം പ്രഷർ നമുക്കിവിടെ എഴുതിയിട്ടുണ്ട് അപ് ടു 140 ബാർ ആണ്. പിന്നെ സെൽഫ് പ്രൈമിങ്, പിന്നെ ഇതിൻ്റെ മോഡലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സുപ്രീം പ്ലസ്. യെല്ലോ കളറാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. രക്ഷയില്ല, ഞാൻ പിന്നെ ഒന്ന് കെട്ടിയിട്ടിട്ട് വരാം. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് കണ്ടോ കേട്ടോ, അതിൻ്റെ അൺബോക്സിങ് കണ്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് 2 ഇനിയുണ്ട് ബോക്സ്. ദൈവമോ, ലാസ്റ്റ് പോയി തുറന്നു ബോക്സ് മാത്രം അല്ല. നമുക്ക് 3 ബോക്സിൻ്റെ തന്നെ ഇതിൻ്റെ പാക്കിങ് വരുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു യൂസർ മാനുവലാണ് കിട്ടുന്നത്. നമുക്ക് തൽക്കാലം മാറ്റി പോകാം. പിന്നെ ഇതിലൂടെ വരുന്നത് ഇതിൻ്റെ ഇൻലെറ്റ് ഹോസാണ്. അതായത് നമ്മുടെ പൈപ്പിൽ നിന്ന് കണക്ട് ചെയ്യാനുള്ളൊരു ഹോസാണ്. ഇതാണ് നമ്മുടെ ഔട്ട്ലെറ്റ് പൈപ്പ്. ഇത് നമ്മുടെ വാഷിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഗണ്ണിലോട്ട് കണക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതൊരു ഫോം ബോട്ടിലാണ്. നമുക്ക് ഷാമ്പൂ ഒക്കെ ഒഴിച്ച് കഴുകാം. അടുത്തായിട്ട് ഇതാണ് ഇതിൻ്റെ ഗണ്ണ്. പിന്നെ ഇതിൻ്റെ ഗണ്ണിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇത് പിന്നെ ഇതിൻ്റെ അകത്ത് ഫിൽറ്റർ, പിന്നെ കണക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഫൈനലി ഇതാണ് നമ്മുടെ വാഷ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഷർ വാഷർ. നല്ല വെയിറ്റുള്ളൊരു മോട്ടറാണിത്. ഇവിടെ നമുക്കൊരു ഇതിൻ്റെ ഒരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇവിടെ ഒരു പ്രഷർ ഗേജ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഈ നോസിൽ വെച്ച് നമുക്കിതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻലെറ്റ് പൈപ്പ്. അപ്പോൾ അവിടെ വാട്ടർ ഇൻലെറ്റ് ഇങ്ങോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഔട്ട്, അതായത് നമ്മുടെ ഗണ്ണിലേക്ക് ഈ ഹോസ് വെച്ച് നമ്മുടെ ഗണ്ണിലേക്ക് കണക്ട് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് വരുന്നത്. അത് നമ്മൾ ഇതിങ്ങനെ എടുക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യും.
അടുത്തായിട്ട് ഇതാണ് നമ്മുടെ ഗണ്ണിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, പിന്നെ ഇവിടെ ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത നമുക്ക് പൈപ്പിലേക്ക് ഉള്ള കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഈ ഒരു കണക്ടർ നമുക്ക് ഈ ഹോസ് വേണം. അപ്പോൾ എങ്ങനെ നോക്കാം. പിന്നെ ഈ ഒരു ഫിൽറ്റർ വരുന്നത് അഥവാ നമ്മൾ പൈപ്പിൽ നിന്നല്ലാതെ ബക്കറ്റിൽ നിന്നൊക്കെ വെള്ളം എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹോസിൽ കണക്ട് ചെയ്യുന്നതാണിത്. എന്നിട്ടിത് ബക്കറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ നമ്മളിപ്പോൾ പൈപ്പിൽ നിന്നായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ആദ്യമേ തന്നെ ഈ ഒരു കണക്ടർ നമ്മൾ ഈ ഒരു രീതിക്ക് ഇപ്പം ഹോസിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം ഇത് ഇങ്ങനെ നമ്മൾ പൈപ്പിലേക്ക് കയറ്റി വെക്കണം. പൈപ്പിലേക്ക് കയറ്റി വെച്ച് നമ്മൾ ഇവിടെ ഈ ഒരു ക്ലാമ്പ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ. അടുത്തായിട്ട് നമ്മൾ ആ പൈപ്പിൽ കണക്ട് ചെയ്ത പോലെ തന്നെ ഇത് ഹോസിലേക്ക് ഇട്ട് വെച്ചിട്ട് ഈ ഒരു സൈഡ് ഹോസിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു കണക്ടർ നമ്മൾ ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമുക്ക് ഈ ഹോസിൻ്റെ ഈ ഒരു കണക്ടർ നമുക്കിവിടെ കണക്ട് ചെയ്യണം. ആണ് നമ്മുടെ പൈപ്പിൽ നിന്നുള്ള ആ ഒരു കണക്ഷൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിന്ന് റെഡിയാക്കാനുള്ള വണ്ടി ഇതാണ്. ഇതിപ്പോൾ 1 വർഷത്തോളം ഇങ്ങനെ കഴുകാതെ വച്ചേക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്കൊന്ന് എൻ്റെ കുറച്ചേരം ഒന്ന് കളർ വെക്കുമെന്ന് നോക്കണം. അടുത്തതായി നമുക്ക് ഇത് കറണ്ടിലേക്ക് കണക്ട് ചെയ്യണം. അങ്ങനെ കറണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്വിച്ച് ഓൺ ആക്കണം. അപ്പോൾ ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ പൈപ്പ് ഓണാക്കാം. നമ്മുടെ കണക്ഷൻ ഇതുവരെ എങ്ങും ലീക്കൊന്നുമില്ല. അടുത്തതായി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്താ ഇത് നമ്മൾ ട്രിഗറിൽ നിന്ന് വിടുമ്പോഴേ അവിടെ നമുക്ക് മോട്ടർ ഓഫാവും. നമ്മളിത് പ്രസ് ചെയ്താൽ മാത്രമേ അവിടെ മോട്ടർ ഓൺ ആവത്തുള്ളൂ. ഇതിൻ്റെ ഈ നോസിൽ നമ്മൾ തിരിക്കുന്നതനുസരിച്ച് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇത്രയും ചെയ്തപ്പോഴേ മഴക്കാർ വെച്ച് എന്താണേലും 2 വണ്ടി കഴുകി. സോപ്പൊന്നും ഇട്ടില്ല, ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ച് കഴുകിയെടുത്തു. എന്നാലും സംഭവം അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. നല്ല പവറൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.